ഈ പൊന്മുടി സ്കൂളിൽ എന്തെങ്കിലും വിഷയമുണ്ടോ? മനുഷ്യാവകാശ കമ്മീഷന്റെ എന്തോ ഇടപെടലൊക്കെ? മനുഷ്യാവകാശ കമ്മീഷൻ വലിയ ശക്തമായിട്ടുള്ള താക്കീതാണ് കൊടുത്തിരിക്കുന്നത് സ്കൂൾ അധികൃതർക്കെന്നല്ല, മൊത്തത്തിലുള്ള സംവിധാനത്തിന് സർക്കാരിന് തന്നെ കൊടുത്തിരിക്കുക. അത് ശരി. പൊന്മുടി സർക്കാർ UP സ്കൂളിലെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ വകുപ്പുകളെ പഴിചാരി രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ് ഗുരുതരമായ പ്രശ്നമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുക, ഇത് വകുപ്പുകളുടെ ഏകോപനം കളക്ടർ നേരിട്ട് നടത്തി കാലതാമസം കൂടാതെ ചുറ്റുമതിൽ നിർമ്മിച്ച് കുട്ടികളുടെയും അധ്യാപകരുടെയും സുരക്ഷ ഉറപ്പാക്കണം എന്നാണ് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. ബൈജുനാഥിന്റെ ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിലവിൽ ചുറ്റുമതിലില്ല സ്കൂളിന്. ഇല്ല. അവിടെ 42 കുഞ്ഞുങ്ങളുണ്ട്, 8 അധ്യാപകരുണ്ട്. ഇവിടെ 2023 ഫെബ്രുവരി 24 കാട്ടാന കയറിയ സ്കൂളാണ്. എന്നിട്ടും ചുറ്റുമതിലില്ല. ചുറ്റുമതിലില്ലാതെ ഇതിങ്ങനെ കിടക്കുകയാണ്. അതിന്റെ ഏറ്റവും ഭയങ്കര രസം എന്ന് പറയുന്നത്, ഈ സ്കൂളിന് 2.25 ഏക്കർ ഭൂമിയുണ്ട് റവന്യൂ രേഖപ്രകാരം. അത് കളക്ടർ പരിശോധിച്ചപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നതിൽ 45 സെന്റ് ഭൂമിയുണ്ട്. ബാക്കി മൊത്തം കയ്യേറിക്കൊണ്ടുപോയി. തിരിച്ചു പിടിക്കണം. ഒരു UP സ്കൂളിന് വേണ്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ക് പ്രകാരം 1 ഏക്കർ 10 സെന്റ് ഭൂമി വേണം ഒരു UP സ്കൂളിന്. ഇവിടെ ഈ സ്കൂളിന് 45 സെന്റ് ഭൂമി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോ മനുഷ്യാവകാശ കമ്മീഷൻ ചോദിച്ചു ഇതിന് എത്ര ഭൂമി ഉണ്ടെന്ന് ചോദിച്ചു. 45 സെന്റ് ഭൂമിയുള്ളൂ. ഒരു സ്കൂളിന്റെ ഏതാണ്ട് 2.25 ഏക്കർ ഭൂമിയുള്ള ഒരു സ്കൂളിന്റെ 1.5 ഏക്കറിൽ കൂടുതൽ അടിച്ചോണ്ട് കളഞ്ഞിരിക്കുന്നു. ആരടിച്ചോണ്ട് പോകാനാ? അവിടുത്തെ എസ്റ്റേറ്റ് മുതലാളി വരെ. പാവങ്ങളൊന്നും അവിടെ കയ്യേറിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പൊന്മുടി എത്ര എസ്റ്റേറ്റുകൾ കിടക്കുന്നു. എത്രയോ എസ്റ്റേറ്റുകളാണ് പൊന്മുടിയിൽ ഇത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്താ പറയുക, തേയിലയാണ് അവിടുത്തെ ഏറ്റവും കൂടുതലായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം പൊന്മുടിയിൽ. അപ്പൊ ഈ ഭൂമിയിലെ ഈ സർക്കാർ സ്കൂളിന്റെ ഭൂമി തന്നെ അടിച്ചുകൊണ്ട് കളഞ്ഞു. സർക്കാർ സ്കൂളിനെ വെറുതെ ഇപ്പൊ എന്തായാലും ഇനിയിപ്പോ 63 സെന്റ് ഭൂമി വേണം. അത് ഈ പരിവേഷ് പോർട്ടലിൽ പ്രസിദ്ധീകരിച്ച് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഉണ്ടെങ്കിൽ വനം വകുപ്പിൽ നിന്ന് ഭൂമി വിട്ടുകിട്ടും. വനം വകുപ്പിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ ഈ പൊന്മുടിയിൽ എന്നല്ല, എല്ലായിടത്തും അങ്ങനെ തന്നെ. കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഉണ്ടെങ്കിൽ വനം വകുപ്പിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കാം. ശബരിമലയിലൊക്കെ അങ്ങനെയാണല്ലോ, വിമാനത്താവളത്തിനൊക്കെ ഉള്ള അനുമതി എന്ന് പറഞ്ഞ് വനം വകുപ്പിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കുന്നതാണ് സാധാരണ ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോട് കൂടിയേ വനത്തിൽ കയറി തൊടാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ ഒരു സാധനം ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കളക്ടറോട് റിപ്പോർട്ട് തേടി. അപ്പൊ കളക്ടറോട് തേടിക്കുന്ന റിപ്പോർട്ടിലാണ് പറഞ്ഞിരിക്കുന്നത് സർക്കാർ സ്കൂളിന്റെ 1.5 ഏക്കർ ഭൂമി അടിച്ചുകൊണ്ട് പോയി. ആരാണെന്ന് കളക്ടർക്കും അറിയത്തില്ല. ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ല. ഈ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടപ്പോഴാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടു. അതായത് ഇത്രയും കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ നമ്മൾ എന്താണെന്നറിയാമോ, നമ്മൾ എന്തെങ്കിലും ഒരു അപകടം വരുമ്പോൾ മാത്രമേ നമ്മുടെ ഈ വകുപ്പുകൾ ഉണരാറുള്ളൂ. ഏത് വകുപ്പാണെങ്കിലും, നമ്മുടെ ഈ സർക്കാർ വകുപ്പുകളിൽ ഏതാണെങ്കിലും ഒരു അപകടം വരുന്നു, ഒരു ഗുരുതരമായിട്ടുള്ള ഒരു അപകടം സംഭവിക്കുമ്പോൾ മാത്രമേ നമ്മൾ മലയാളികൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറുമുള്ളൂ, ആ വകുപ്പുകൾ അതിനെക്കുറിച്ച് ഉണരാറുമുള്ളൂ. അത് എപ്പോൾ ഈ സംഭവം ഒന്ന് അണയുന്നോ പിന്നെ അപ്പോൾ തീരും. ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അങ്ങനല്ലേ, ആരെങ്കിലും ഷവർമ്മ കഴിച്ച് മരിക്കുമ്പോഴാണ് ഭക്ഷ്യസുരക്ഷാ വ്യാപകമായിട്ട് ഇറങ്ങി പരിശോധിക്കും. അത് ഈ പഴയ ഇറച്ചി വെക്കുന്നയാ, പഴകിയ ഇറച്ചി വെക്കുന്നയാ. പഴയ ട്രിവാൻഡ്രത്ത് കണ്ടില്ലേ വടക്കകത്ത് ബ്ലേഡ്. വടക്കകത്ത് ബ്ലേഡ്. ഇപ്പൊ വേറൊരു സാധനം വന്നിട്ടുണ്ട്, പിന്നെ സാമ്പാറിനകത്ത് പുഴു. അതേതെങ്കിലും ഈ പറയുന്ന പോലെ ഈ അതിലിടുന്ന ഏതെങ്കിലും ഈ പച്ചക്കറിയിൽ നിന്നോ ഉണ്ടായ സാധനമായിരിക്കും എന്തായാലും. പക്ഷെ അതാണെങ്കിൽ പോലും ഒരു ഗുരുതരമായിട്ടുള്ള അത് കാണുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു ചിലർക്കൊന്നും ആഹാരത്തിൽ ചെറിയൊരു മുടി കിടന്നാൽ പോലും ഇറിറ്റേഷൻ ആവുന്നവരുണ്ട്. പിന്നെ മാത്രമല്ല നമ്മളിതൊക്കെ പൈസ കൊടുത്ത് മേടിക്കുന്നതല്ലേ. അപ്പൊ ഇത് കുഞ്ഞുങ്ങളുടെ വിഷയമാണ്. UP സ്കൂൾ എന്ന് പറയുന്നത് എന്താണ്, ചെറിയ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളാണ്. അവിടെ 42 കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ ഈ പൊന്മുടി എന്ന് പറയുന്നത് വന്യമൃഗങ്ങളുടെ ഒരു വലിയ കേന്ദ്രമാണ്. അവിടുത്തെ ഈ പറയുന്ന ഹെയർപിന്നുകൾ 22 ഹെയർപിൻ ഉണ്ട് അവിടെ തന്നെ വഴിയിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. വന്യമൃഗങ്ങൾ ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ. അവിടുത്തെ ഈ പറയുന്ന ഈ പിന്നെ 22 കയറി പോകുന്നതിനകത്ത് 4ാമത്തെ കറവുണ്ട്, പിന്നെ ഹെയർപിന്നുണ്ട്. 4ാമത്തെ ഹെയർപിന്നിൽ സ്ഥിരമായി ആനയിക്കുന്ന സ്ഥലം അത്. അവിടെ അല്ലേ ബോർഡ് വെച്ചിരിക്കുന്നത്? ഞാൻ പോയ സ്ഥലത്ത് അവിടെ ആയിരിക്കും 4ാമത്തെ ഹെയർപിന്നിൽ സ്ഥിരമായിട്ട് ബോർഡ് വെക്കുക, അല്ല സ്ഥിരമായിട്ട് ആന ഇറങ്ങുന്നത്. നമ്മളെല്ലാവരും വിചാരിക്കും ടോപ്പിലോട്ട് ചെല്ലുമ്പോഴാണ് ഇതിന്റെ ഡേഞ്ചർ എന്ന്. അത് ഞാൻ ഇറങ്ങി വരുമ്പോ ശ്രദ്ധിക്കാതെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ 4ാമത്തെ ഹെയർപിന്നിൽ ആന നിൽപ്പുണ്ട്. ആന മിക്കപ്പോഴും ഇറങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരു ചെറിയൊരു ഇടത് സൈഡിലാണെന്ന് അതിന്റെ ഓർമ്മ. അവിടെ ഒരു അരുവിയുണ്ട്, ഒരു അരുവി ആ സൈഡിലുണ്ട്. അപ്പൊ ആന എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്
ഈറ്റയുടെ പുറകിൽ മറഞ്ഞു നിൽക്കും. ഈറ്റ നിൽപ്പുണ്ട് അവിടെയൊക്കെ. ഈറ്റയുടെ പുറകിൽ മറഞ്ഞു നിൽക്കും. അത് നമ്മൾ ശ്രദ്ധിക്കില്ല. ആന ഈറ്റയുടെ ഇടയിൽ നിന്ന് കാണാൻ പറ്റില്ല, അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. ആനച്ചൂര് അടിച്ചു കഴിഞ്ഞാൽ ആനച്ചൂര് അറിയുന്നവർക്ക് മാത്രമേ ആന നിൽക്കുന്നത് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ ആന നിൽക്കുന്നത് മനസ്സിലാവില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ സ്കൂളിന്റെ അടുത്തെല്ലാം വന്യമൃഗങ്ങളുണ്ട്. വന്യമൃഗങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ കുഞ്ഞുങ്ങൾക്കിടയിലേക്ക് ഈ പിന്നെ മാംസാഹാരികളായിട്ടുള്ള മൃഗങ്ങൾ ഇറങ്ങി വരും നമ്മൾ പറയുന്നില്ല. കടുവയോ പുലിയോ ഒന്നും ചാടി വീഴോ എന്ന് പറയുന്നില്ല. പക്ഷെ കാട്ടാനയ്ക്ക് അങ്ങനെയൊന്നുമില്ല. കാട്ടാന, കാട്ടുപോത്ത് ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊന്നും ഈ പറയുന്ന പോലെ ഈ മുന്നും പിന്നും ഒന്നുമില്ല. കാട്ടുപോത്തിന് പ്രത്യേകിച്ചുമില്ല. കാട്ടുപോത്തിന് എന്തെങ്കിലും ഒരു മുറിവേൽക്കുകയോ അതിന് പരിക്കേൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഇത് ഉണ്ടല്ലോ, ഈ ആന ഇടയുന്ന പോലെ തന്നെ കാട്ടുപോത്ത് പോകുന്ന സ്ഥലം എല്ലാം തകർത്തുകൊണ്ട് വെക്കണം. അതുപോലെ കാട്ടുപന്നി അതുപോലെ തന്നെയാണ്. കാട്ടുപന്നിയും ഈ വലിയ ഡേഞ്ചറാണ്. അത് ഓടുന്ന ഓട്ടത്തിന് അത് മുന്നിൽ നിൽക്കുന്ന എല്ലാത്തിനെയും കുത്തിമറിച്ച് കളയും. അത് ചെറിയ കുഞ്ഞുങ്ങൾ പഠിക്കുന്നതല്ലേ. ഇതെന്ത് ഇവർക്ക് എന്താണ് ഇവർക്ക് പ്രശ്നം? അല്ല, ഇത് യഥാർത്ഥത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടാതെ തന്നെ സർക്കാർ ചെയ്യേണ്ട കാര്യം. സർക്കാർ അറിഞ്ഞ് ചെയ്യേണ്ട കാര്യമാണ്. അറിഞ്ഞ് ഈ വിദ്യാഭ്യാസ വകുപ്പ് അടക്കമുള്ളത് അറിഞ്ഞ് ഈ കാര്യത്തിൽ ഇടപെട്ട് ചെയ്യേണ്ടത് കളക്ടറാണ് ആദ്യം ഇതിനകത്ത് ഇടപെടേണ്ടത്. കളക്ടർ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ 2023 ഫെബ്രുവരി 24 സ്കൂളിൽ കാട്ടാന കയറി പിന്നെ താൻ നേരിട്ടെത്തി കളക്ടർ നേരിട്ടെത്തി പരിശോധന നടത്തിയെന്ന് കളക്ടറുടെ റിപ്പോർട്ടിലുണ്ട്. അന്നത്തെ കളക്ടർ പുതിയ കളക്ടറാണ് ഇരിക്കുന്നത്. ഒരു മാസം കണ്ടായതേ ഉള്ളൂ ചുമതലയായിട്ടിട്ട്. ഇതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ഉണ്ടല്ലോ, ഈ ഡെപ്യൂട്ടി ഡയറക്ടർ റിപ്പോർട്ട് കൊടുത്ത് ഇത് ആദ്യമേ തന്നെ ഇത് നിർമ്മിക്കാനുള്ള നടപടി സ്വീകരിക്കണം. ഇത് ഡേഞ്ചറാണ്, ഈ കുഞ്ഞുങ്ങൾക്ക് അപകടമാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് ഇത് ഇത്തരം സ്കൂളുകൾ ഒരുപാടുണ്ടെന്ന്. ഇങ്ങനെയുള്ള സ്കൂളുകൾ ഒരുപാട് നമ്മുടെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള സർക്കാർ സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ വനാതിർത്തിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സ്കൂളുകൾ. അവിടെ നിന്ന് കൃത്യമായ സുരക്ഷ ഉറപ്പാക്കിയില്ലെങ്കിൽ അവിടെ നിന്നും വരുന്ന വാർത്തകൾ വളരെ ഗുരുതരമായിരിക്കും. അതുകൊണ്ടാണ് മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞത് അവിടെ നിന്ന് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ട് അതേതെങ്കിലും വകുപ്പിൽ പഴിചാരാൻ നോക്കിയാൽ നടക്കില്ല എന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം മുൻകൂട്ടി പറഞ്ഞു. ഈ പൊന്മുടി ഒരുപാട് ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ്, വളരെ ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ്. അത് ഏത് സമയവും മണ്ണിടിയും, ഏത് സമയവും ഈ ക്ലൈമറ്റ് കാര്യം അതിനെ വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട്. ഈ ക്ലൈമറ്റേ കാലാവസ്ഥ വ്യതിയാനം അതിനെ ബാധിച്ചിട്ടുണ്ട്. കാലാവസ്ഥ വ്യതിയാനം വലിയ തോതിൽ പൊന്മുടിയെ ബാധിച്ചിട്ടുണ്ട്. പലപ്പോഴും ഈ മണ്ണിടിയുന്ന പ്രശ്നങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. പിന്നെ മാത്രമല്ല അവിടെ പഠിക്കാൻ വരുന്ന കുഞ്ഞുങ്ങളൊക്കെ വളരെ സാധാരണക്കാരുടെ കുഞ്ഞുങ്ങളാണ്, വളരെ പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന ഒരു മേഖലയാണത്. പിന്നെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്, ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ സുരക്ഷ, അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് ഈ വിഷയം എടുത്തു വെച്ചിരിക്കുന്നത്. നാളെ എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിച്ചിട്ട് നാളെ ഇവിടെ ഇരുന്നിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് അപകടം സംഭവിക്കാനുള്ള കാരണം ഇതൊക്കെയാണ് എന്ന് ചർച്ച നടത്തുന്നതിനേക്കാൾ ഉപരിയായി ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഈ സാധനം കൊണ്ടുവന്നാൽ ജനങ്ങൾ ഇതിൽ ഇടപെടും. ജനങ്ങൾ ഇടപെട്ട് ഒരു 10 പേര് ഇടപെട്ടാൽ മതി. 10 പേര് ഇടപെട്ട് കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് എന്ത് ഈ ചുറ്റുമതിലും പണിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷ, കെട്ടിടത്തിന്റെ സുരക്ഷയൊക്കെ വളരെ പ്രധാനമാണ്. കെട്ടിടത്തിന്റെ സുരക്ഷ, ഇവിടെ സ്കൂളിന്റെ തൂണിടിഞ്ഞു വീണ് കുഞ്ഞു മരിച്ചിട്ടുണ്ട്. സർക്കാർ സ്കൂളിന്റെ തൂണ് ഇടിഞ്ഞു വീണ് കുഞ്ഞു മരിച്ചിട്ടുണ്ട് ഇവിടെ ഈ നാട്ടിൽ. അങ്ങനെ ഒരു സ്ഥലമാണ് നമ്മൾ കേരളം. ഭയങ്കര എന്താ പറയാ, വിദ്യാഭ്യാസത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നെന്ന് പറയുമ്പോൾ പാമ്പ് കടിച്ച് സ്കൂളിൽ കുഞ്ഞു മരിച്ച ഓർമ്മയുണ്ടോ? പിന്നെ മലപ്പുറത്തോ മറ്റോ ആണ്. അതെ പിന്നെ വടക്കോട്ട ജില്ലയാണെന്ന് കൃത്യമായിട്ട് ഓർമ്മ. കുഞ്ഞിനെ പാമ്പ് കടിച്ചിട്ട് അധ്യാപകർ ആശുപത്രി കൊണ്ടുപോകാൻ തയ്യാറാവാഞ്ഞല്ല, അവർക്ക് മനസ്സിലായില്ല. അരച്ചാണിയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെയാ സംഭവിച്ചത്. അരച്ചാണിയാണ് കടിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വെളിച്ചെണ്ണയൊക്കെ തേച്ചു കൊടുത്തു കുഞ്ഞിന്റെ കാലില്. അവർക്ക് ഇത് കണ്ടിട്ട് മനസ്സിലായില്ല, ആശുപത്രിയിൽ കൊണ്ടുവരും. അത് അന്നേരം തന്നെ ഈ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവുമെങ്കിൽ അന്നേരം തന്നെ കൊണ്ടുപോകും. അവിടെ ഒരു ഈ കടിയേറ്റ ഭാഗത്ത് ഒരു പ്രത്യേക നിറം വരും. അത് കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ബോധമുള്ള ഒരാൾക്ക് അത് മനസ്സിലാവും. അങ്ങനെയുള്ളവരൊക്കെയാണ് പെട്ടെന്ന് തന്നെ കാല് മുറുക്കെ കെട്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. ഇത് അന്നൊന്നും ചെയ്യാതെ സംഭവിച്ചതാണ്. അതായത് ഈ 42 കുഞ്ഞുങ്ങളുടെ ജീവൻ ഉണ്ടാകുന്ന ഭീഷണിയാണ് നമ്മൾ നാട്ടുകാരെ അറിയിച്ചിരിക്കുന്നത്. അവിടെ പഞ്ചായത്ത് അധികൃതർ അവിടെ ഇല്ലേ? അവര് യഥാർത്ഥത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇടപെടാം. തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിലാണ് സ്കൂളുകൾ വരുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു സ്കൂൾ ഉണ്ടെങ്കിൽ ആ തദ്ദേശ സ്ഥാപനത്തിന്റെ കീഴിലാണ് വരാറുള്ളത്. ഇപ്പൊ അവിടത്തേക്ക് ഒരു ബസ് അനുവദിക്കുന്നതൊക്കെ തദ്ദേശ സ്ഥാപനങ്ങളാണ്. ബസ് അനുവദിച്ചു കൊടുക്കുന്നതൊക്കെ തദ്ദേശ സ്ഥാപനങ്ങളാണ്. സാധാരണ സ്കൂൾ ബസ്സുകളൊക്കെ അനുവദിച്ചു കൊടുക്കാറുണ്ട്. ചിലപ്പോൾ MP ഫണ്ടിൽ നിന്നും MLA ഫണ്ടിൽ നിന്നും ഒക്കെ ബസ്സുകൾ അനുവദിച്ചു കൊടുക്കാറുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളാണ് ഇതിന്റെ ഒരു അതോറിറ്റി എന്നൊക്കെ പറയുന്നത്. എത്രയും വേഗം നാട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. ഇത് മിടുക്കനായ ഒരു പഞ്ചായത്ത് മെമ്പറോ പഞ്ചായത്തോ പ്രസിഡന്റോ ഉണ്ടെങ്കിൽ, അവിടുത്തെ ആരാണ് പഞ്ചായത്ത് മെമ്പർ എന്ന് നമുക്കറിയത്തില്ല, മിടുക്കരായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ MP ഫണ്ട് ഉൾപ്പെടെ ഉള്ളതിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഒരു ചുറ്റുമതിൽ കെട്ടാവുന്നതേ ഉള്ളൂ. അതേ ഉള്ളൂ. ഇവിടെ ഒരു ജനപ്രതിനിധി കാണിച്ച പരിപാടി ഉണ്ടില്ലേ, നമ്മുടെ എറണാകുളത്തൊരു ജനപ്രതിനിധി എന്താ ചെയ്തെന്ന് അറിയാം, പ്രേമം പാലം പൂട്ടിച്ചു. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതൊക്കെയാണല്ലോ.
അല്ല, അത് നല്ല കാര്യമാണ്. എന്റെ അഭിപ്രായം നല്ല കാര്യമാണ്. നല്ല കാര്യമാണ്. അത് ഭയങ്കര പൊതുവിഷയമായി കിടക്കുന്നത് ഒരു എന്താ പറയുക സോഷ്യൽ ന്യൂസൻസ്. അത്രയും വലിയ പ്രശ്നം അവിടെ നടക്കുക. അവിടെ ലഹരി ഉപയോഗം വ്യാപകമായിട്ട് അവിടെ കുത്തി കയറി അതിനകത്ത് നിന്ന് വലിയ ശല്യം. അത് ഇതിന്റെ ഇറിഗേഷൻ പ്രോജക്റ്റ് ആണ്, ഇറിഗേഷൻ വകുപ്പിന്. അത് കാൽനട യാത്രയ്ക്ക് ഒന്നിനും ടൂറിസം പ്ലേസ് അല്ല, കാൽനട യാത്രയ്ക്ക് പറ്റിയ ഒരു സാധനമല്ല, ഒന്നുമല്ല. അപ്പൊ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് അത് ഉപയോഗിക്കുന്നെങ്കിൽ ഉപയോഗിച്ചിട്ടെ എന്ന് വിചാരിച്ച് ഇറിഗേഷൻ വകുപ്പ് മിണ്ടാതിരുന്നു കുറെ കാലമായിട്ട്. അപ്പൊ അവിടെ കയറി നേരങ്ങൾക്ക് അവിടെ MDMA കച്ചവടം, പിന്നെ പരസ്യമായിട്ടുള്ള സെക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടന്നപ്പോ ഈ അവിടുത്തെ കോർപ്പറേഷനിലെ ഒരു കൗൺസിലർ ഇടപെട്ട് അവിടെ പോയി അവർ മുഖ്യമന്ത്രിക്കുള്ള ഇതിൽ പോയി പരാതി കൊടുത്ത് ഈ പാലം അങ്ങ് പൂട്ടിച്ചു. പാലം ഇപ്പൊ ഇറിഗേഷൻ വകുപ്പ് മതിലിട്ട് ഗേറ്റിട്ട് പൂട്ടിയിരിക്കുക. ആർക്കും ഇപ്പൊ അങ്ങോട്ട് പോകണ്ട, ആരും അങ്ങോട്ട് കയറണ്ടെന്ന് പറഞ്ഞു. ഇറിഗേഷൻ വകുപ്പ് ഇനി തൊട്ട് മാറ്റത്തില്ല. 1 ലക്ഷം രൂപ ചെലവാക്കി അവർ ഗേറ്റ് ഇട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു സ്കൂളിന് ചുറ്റുമതിൽ നിർമ്മിക്കാനാണോ ഒരു ജനപ്രതി വിചാരിച്ചാൽ നടക്കാത്ത? സുഖമായിട്ട് നടക്കാവുന്ന കാര്യമല്ല ഉള്ളൂ. അതുകൊണ്ട് ചെയ്യണം. എന്തായാലും നമുക്ക് ഈ ഇത്തരം കാര്യങ്ങൾ ഇനിയും ഒരു കാരണവശാലും കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ദുരന്തമൊന്നും നമുക്ക് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരു കാരണവശാലും നമുക്കത് കേട്ടുകൊണ്ടിരിക്കാൻ സാധിക്കില്ലല്ലോ. അപ്പൊ അത്തരം കാര്യങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ.